ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ചപ്പാത്തി ബാക്കി വന്നപ്പം ഒരു അടപ്പായസം ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ട് ഞാനത് ഈ കപ്പിന് 1/4 കപ്പ് 1/4 കപ്പ് ചവ്വരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ അളവിലെ 1/4 കപ്പില്ലേ, അതിൽ 1/4 കപ്പ് ചവ്വരി ഇട്ടിട്ടുണ്ട്. നല്ല ചവ്വരി എടുക്കണേ, നല്ല ഗ്ലാസ് പോലത്തെ. അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ തിളപ്പിച്ച് നല്ല വേവിക്കാൻ വെച്ചു. ഇതേ ബാക്കി വന്ന ചപ്പാത്തി ഉണ്ടല്ലോ, ഇത് ഞാൻ പ്രസ്സിൽ നെക്കി ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്. ബാക്കി അല്ലാതെ നമ്മൾ പരത്തിയെടുത്ത ചപ്പാത്തി ആണേലും കുഴപ്പമില്ല. ഇച്ചിരി കൂടെ കട്ടി തോന്നിക്കുന്നത് ഈ പ്രസ്സിൽ നെക്കി എടുക്കുന്ന ചപ്പാത്തിക്കാണ്. ഇത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി രാത്രി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ബാലൻസ് വന്നപ്പം ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇതുപോലെ നമ്മളൊന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈസി ആയിട്ട് നമുക്ക് ഇത് എല്ലാം വെന്ത ചപ്പാത്തിയല്ലേ, അപ്പോൾ ഇനി നമുക്കതിലൊന്നും ചെയ്യാനില്ല. സാധാരണ അപ്പം നിങ്ങളല്ലാതെ പായസത്തിന് വേണ്ടി തന്നെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊരു സ്പൂൺ നെയ്യും ഇട്ട് നന്നായിട്ട് ഗോതമ്പ് പൊടിയൊക്കെ കുഴച്ചെടുത്ത് പ്രസ്സിൽ നെക്കി ചുട്ടെടുത്താൽ മതി. ഇതിപ്പോൾ ബാലൻസ് വന്ന ചപ്പാത്തിയാണ്. അപ്പോൾ ഈ ചവ്വരി ഉണ്ടല്ലോ നല്ലപോലെ തിളച്ച് വെന്ത് ഗ്ലാസ് പോലെ വരണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, വെള്ളമൊക്കെ ഇല്ലെങ്കിൽ ഒന്ന് വെള്ളം ഒഴിച്ചൊക്കെ കൊടുത്ത് ചവ്വരി വെന്ത് ഗ്ലാസ് പോലെ ആകുമ്പോൾ നമുക്ക് ഈ ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സിമ്മിലിട്ടോളൂ. അതുപോലെ തന്നെ ചപ്പാത്തിക്ക് അധികം വേഗമൊന്നുമില്ല, നമ്മൾ വെന്ത് എല്ലാം റെഡി ആയിരിക്കുന്ന ചപ്പാത്തിയല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിലൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോണം. ഒരുപാടിട്ടങ്ങ് വേവിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഇപ്പോൾ ഒഴിക്കണം. നമ്മൾ ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും ഒക്കെ ചേർക്കുമ്പോൾ നല്ല കറക്റ്റായിരിക്കും. അപ്പം ബാലൻസൊക്കെ വരുമ്പം ചപ്പാത്തി എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചവ്വരി അങ്ങനെ വെന്തിട്ട് കഴുകി ഊറ്റിയോ ഒന്നും വേണ്ട. കാരണം ഈ ചപ്പാത്തി ആയതുകൊണ്ട് അതിനകത്ത് അധികം പശയൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കി അതിലേക്ക് അരിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കി ഇട്ട് കൊടുത്താൽ മതി. നമ്മളൊന്ന് ജസ്റ്റ് പായസത്തിന് അത്യാവശ്യം നല്ല മധുരം വേണമല്ലോ, അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കണം എന്തോരം മധുരം വേണമെന്ന്. അത് കുഴപ്പമൊന്നുമില്ല. ആദ്യം തന്നെ ശർക്കര തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ചവ്വരിയിലൊക്കെ ഒന്ന് പിടിച്ച് ഈ ചപ്പാത്തിയിലൊക്കെ ഒന്ന് മധുരം പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒട്ടും അറിയത്തില്ല കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഈ ഒരു അടയുടെ അതേ ടേസ്റ്റിന് നമുക്കിങ്ങനെ ഗോതമ്പ് പൊടി വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ചപ്പാത്തി സാധാരണ പച്ചവെള്ളത്തിൽ കുഴച്ചാലും മതി. അന്നേരം നല്ല ഇച്ചിരി കൂടെയും കട്ടി കിട്ടും. എന്നിട്ട് നമുക്ക് ചുട്ടെടുത്തതിന് ശേഷം ഇങ്ങനൊന്ന് കട്ട് ചെയ്തെടുത്ത് നല്ല പോലെ ഈ ചവ്വരിയൊക്കെ ഒന്ന് വേവിച്ച് ഇങ്ങനെ ശർക്കരയൊക്കെ ഒന്ന് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെ ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവം. അപ്പോൾ നമ്മൾ ചവ്വരിയൊന്നും വേവിച്ച് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മളത് കഴുകി ഒന്നും ക്ലീൻ ആക്കാനൊന്നും നിന്നില്ല. എന്നുവെച്ചാൽ അതിൻ്റെ പശ കളയാനൊന്നും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ചവ്വരിയുടെ പശ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു പരുവമായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ച്, എന്ന് വെച്ചാൽ ആ ചവ്വരിയും ഈ ചപ്പാത്തിയും ഈ ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം കേട്ടോ. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടുകയൊക്കെ ചെയ്യണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ശർക്കര നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോൾ, അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കിന് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു. തേങ്ങാപ്പാൽ 2ാം പാൽ 1ാം പാൽ അങ്ങനെയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഒന്നിച്ച് തന്നെ തേങ്ങയുടെ പാലൊഴിച്ചിട്ട് കുറച്ച് ആദ്യം ഒന്ന് ഒഴിച്ച് ഒന്ന് കുറുകി വരുമ്പോൾ പിന്നെ അടുത്ത പാലൊഴിച്ച് കൊടുത്താൽ മതി. കാരണം ഈ അട അത്യാവശ്യം വെന്തതായതുകൊണ്ടാണ്. അപ്പോൾ പായസത്തിന് നമ്മൾ തേങ്ങാപ്പാലൊക്കെ നല്ല പാലൊഴിക്കും തോറും നല്ല ടേസ്റ്റാണ് കേട്ടോ അടപ്പായസത്തിന്. ചിലവർ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കും. ശർക്കര ചേർത്തത് കൊണ്ട് മിൽക്ക് മെയ്ഡ് ഒരുപാടൊന്നും എടുത്തൊഴിക്കരുത്. ഇപ്പം ഞാനിത് മിൽക്ക് മെയ്ഡൊന്നും ചേർത്തില്ല. ഞാനിത് തേങ്ങാപ്പാൽ മാത്രം നാടൻ പായസമായിട്ട് തന്നെ വെച്ചെടുത്തതാണ്. അത് തന്നെയല്ല, എല്ലാവർക്കും ഇതെല്ലാം വീട്ടിൽ തന്നെ കാണും. ചവ്വരി മാത്രം ചിലപ്പം വാങ്ങിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ അത്രയ്ക്കും വേഗത്തിൽ നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഞാൻ ഇതിലേക്ക് നല്ല കുറുകി അത്യാവശ്യം വറ്റി വന്നപ്പം നല്ല തേങ്ങാപ്പാൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ഏലക്കായും ചെറിയ ജീരകവും
ഇത്തിരി ചുക്കുപൊടി ഇട്ടിട്ടുണ്ട്. ഏലക്കായും ജീരകവും പൊടിച്ചത് ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കടലയില്ലേ, കടലയും മുന്തിരിയും കൂടെ വറുത്തിട്ട് കൊടുത്ത്, എന്നിട്ട് ചുക്കുപൊടി ഇങ്ങനെ മുകളിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയത്. ഇത് കണ്ടോ, അടിപൊളി പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നന്നായിട്ട് കഴിക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കാരണം ചപ്പാത്തി അത്യാവശ്യം എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പം ബാലൻസൊക്കെ വരുമ്പം കളയാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഇങ്ങനൊരു പായസം ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല, അങ്ങനെ വേണം പറയാൻ. അപ്പം എല്ലാവരും ഇപ്പം നെയ്ക്കകത്ത് നമുക്കിതൊന്ന് വറുത്തൊക്കെ ഇട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. നെയ്ക്കകത്താണ് ഞാൻ വറുത്തിട്ട് കൊടുത്തത്. അതുപോലെ തേങ്ങാക്കൊത്തും വേണമെങ്കിൽ ഒന്ന് വറുത്തിട്ട് കൊടുക്കണേ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.